വലിയ പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കാലൊന്ന് വൃത്തിയാക്കിയെടുത്താലോ? ഒരു സിമ്പിൾ പെഡിക്യൂർ. അപ്പോൾ എങ്ങനെയാ, തുടങ്ങിയാലോ? വെള്ളം എന്താ നല്ല പോലെ വെട്ടി തിളപ്പിച്ചെടുക്കുക. ഒരു ബക്കറ്റോ ബേസനോ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്ത് അതിലേക്ക് ചൂടുവെള്ളവും കുറച്ച് ഷാമ്പുവും കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പോലെ നമ്മുടെ കാല് കുതിർക്കാൻ വെക്കണം. എൻ്റെ കാല് കണ്ടോ, ബിഫോർ എത്രമാത്രം ഹാർഡായിട്ടാണ് ഇരിക്കുന്നതെന്നറിയാമോ? ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റിസൾട്ടൊന്നും കിട്ടില്ല. പക്ഷെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസ് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കാലിൽ. ഈ ടൂള് നമുക്ക് മിക്ക ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഒരു 15 മിനിറ്റ്സ് നമുക്ക് കാലൊന്ന് ശരിക്കും കുതിർക്കാനായിട്ട് വെക്കുക ആ ചൂടുവെള്ളത്തിൽ. അതിനുശേഷം ഇതേപോലെ ഈ ടൂൾ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം നല്ല പോലെ ഇളകി വരും. 15 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ഒന്ന് കുതിർന്ന് കിട്ടും നമ്മളുടെ ആ ഡെഡ് സെൽസൊക്കെ. ശരിക്കും നമുക്കപ്പോൾ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നല്ല രീതിക്ക് ഇളകി വരും. അപ്പുറം ഇപ്പുറമൊക്കെ നല്ല രീതിക്ക് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് നമ്മുടെ ഡെഡ് സെൽസിനെ എല്ലാം കളയുക. കാലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കോഫി പൗഡറും ഹണിയും കേർഡും കൂടെ എടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഞാനൊന്ന് കാല് നല്ല പോലെ ഒന്ന് മസാജാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് അതൊന്ന് നല്ല രീതിക്കൊന്ന് കാല് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കണ്ടോ, കാല് കുറച്ചൊക്കെ ഒരു വൃത്തി വന്നിട്ടില്ലേ? ഇനി കാല് നെയിൽ പോളിഷോ നെയിലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷൊക്കെ ഒന്ന് കളഞ്ഞ് നെയിലൊക്കെ ഒന്ന് വൃത്തിക്ക് ഒന്ന് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വിടാം. അതിനുശേഷം നമുക്ക് നല്ലൊരു പാക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കസ്തൂരി മഞ്ഞളും ഓട്സ് പൊടിച്ചതും കേർഡും ചെറിയ പീസ് ലെമണും കൂടെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നല്ല പോലെ ഞാൻ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പെഡിക്യൂർ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ വേണമെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ വാസ്ലിനോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ രണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടേത് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ വാസ്ലിൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നല്ല പോലെ നമ്മുടെ കാലിനെ, നമ്മളുടെ ബോഡിയെ എവിടെയാണോ നമുക്ക് ഡ്രൈനെസ് നല്ല പോലെ നമ്മളെ ഒന്ന് മോയ്സ്ചറൈസിങ് ആക്കി വെക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാലിൽ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ വീക്ക്ലി വൺസ് എങ്കിലും ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കല്ലേ.